ഹലോ ഓൾ ജിഗ്ജാഗ് ആർക്കിടെക്ട്സ് യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മൈസൂർ ജാക്ക് ഷജു, പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റ് ആണ് ജിഗ്ജാഗ് ആർക്കിടെക്ട്സിൻ്റെ. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെനോവേഷൻ പ്രൊജക്ട്സും അതുപോലെ നമ്മുടെ ഓൺ ഗോയിങ് വർക്ക്സും എല്ലാത്തിൻ്റെയും ഒരു വീഡിയോസും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പ്രോസസ്സും അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോലത്തെ രീതിയിൽ വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുകയും റെനോവേഷൻ ചെയ്യുകയും നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടിയും യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. പുതിയൊരു റെനോവേഷൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക. ഇതാണ് പ്രൊജക്റ്റ് വരുന്നത്. 15 കൊല്ലം പഴക്കമുള്ള വീടാണ്. പ്രൊജക്ട് മാനേജ്മെന്റ് പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യണത്. ഇതിൽ ലാറ്ററൈറ്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം വീണ്ടും പെയിൻറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാണ് ചെയ്യണത്. ഈ ഗേറ്റും കാര്യങ്ങളും ഫുള്ള് ക്ലിയർ ആക്കാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ മേലെ ഈ ഡ്രസ്സും കാര്യങ്ങളും റിമൂവ് ചെയ്ത് പുതിയൊരു ടൈപ്പിലാക്കുന്നത് കുറച്ച് പഴയതായിട്ടുണ്ട്. പിന്നെ അടിയിലത്തെ ഈ ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ നീറ്റാക്കി ചെയ്യാനുള്ള പ്ലാനില്ല. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു കോണ്ടിയൂർ സൈറ്റാണ് വരുന്നത്. അപ്പോൾ ലെവൽ ഡിഫറൻസിലാണ് ഇവർ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഈ ഒരു ഫ്ലോറാണ് വരുന്നത്. ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് അടുത്ത ഒരു ഫ്ലോർ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്ലോറിൽ മെയിനായിട്ട് ഒരു ബെഡ്റൂമും ഒരു ടോയ്ലറ്റും ഉള്ളത്. ഇത് ഒരു പുതിയതായിട്ട് ഇപ്പോൾ എടുത്തതാണ്. ഇത് ഗ്രൗണ്ട് ഫ്ലോർ വരും, പിന്നെ ടോപ്പിൽ ഫസ്റ്റ് ഫ്ലോർ, ഇങ്ങനെ ഒരു 3 ലെവലിലാണ് ഈ വീട് നിൽക്കുന്നത്. സൈഡിൽ മൊത്തം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബ്രിക്സാണ്. അത് നമ്മൾ പ്ലാസ്റ്ററിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ ഇതാണ് വർക്ക് ഏരിയ സ്പേസ് വരുന്നത്. ഇവിടുന്ന് ഈ ലെവൽ ഡിഫറൻസ് ഉള്ള കാര്യം സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് ബാക്ക് സൈഡിലോട്ട് പോകാനുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്. നമ്മൾ യൂഷ്വലി ക്ലയൻസിൻ്റെ അടുത്ത് പറയണത് റെനോവേഷൻ പ്രൊജക്റ്റ് എക്സ്പെൻസീവ് ആണെന്ന് പറയാറുണ്ട്. ഫുള്ള് പൊളിച്ചിട്ട് പുതിയ വീട് ചെയ്യാണ് ബെറ്റർ പറയാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ടായ കാരണമാണ് ചെറിയൊരു മെയിൻ്റെനൻസ് പോലെ റെനോവേഷനും കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ അത് ഓരോ പ്രൊജക്ട്സിലും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യാരത്തെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് നമ്മൾ ഇതുപോലെ ഭയങ്കര പഴക്കമായിട്ടുള്ള വീടായ കാരണം അത് ഫുൾ ഡെമോളിഷ് ചെയ്ത് പുതിയ ഒരു സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്തു. അത് നമ്മൾ അടുത്ത വീഡിയോസിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ വർക്ക്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. പെയിൻറ്റിങ്ങിൻ്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ പ്ലംബിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡെമോളിഷൻ ചെയ്തിട്ട് ബാത്റൂംസ് ഒക്കെ മാറ്റാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ 4 ബാത്റൂമാണ് ഈ വീടിനുള്ളത്. 4 ബാത്റൂമിൽ സാനിറ്ററീസും കാര്യങ്ങളും നമ്മളിവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തം മാറ്റിയിട്ട് ഇനി പുതിയ ടൈപ്പ് ആക്കാനാണ് പ്ലാൻ ചെയ്യണം. ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത് മെയിനായിട്ട് ടോയ്ലറ്റ്സ് ലീക്ക് ഉണ്ട്. അവരെ ടോയ്ലറ്റ്സിൻ്റെ ഔട്ടർ ചുമരിൽ കുറേ പെയിൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് അത് ഭയങ്കര ലീക്കേജ് ആയിട്ടുള്ള രീതിയിൽ നിൽക്കണം. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതിൽ ഈ ഡോറ് കുറച്ച് വൈറ്റ് ഷെയ്ഡിൽ നിൽക്കണം. അപ്പോൾ ഈ വീടിൻ്റെ ഒരു തീം എന്ന് പറയുമ്പോൾ ഒരു ടീക്ക് ഫിനിഷ്. നമ്മളിത് മൊത്തം ടീക്ക് ഫിനിഷിലോട്ട് കൺവേർട്ട് ചെയ്ത് അത് ചെയ്യാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത്. വുഡ് ടൈപ്പ് ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത് ചെയ്തപ്പോൾ ഇതിൽ ചതിലും കാര്യങ്ങൾ വന്ന് ആകെ വൃത്തികേടായിട്ടൊക്കെ എടുക്കണം. അപ്പോൾ ഇത് മൊത്തം നമ്മൾ റിമൂവ് ചെയ്ത് പുതിയ ടൈപ്പ് വുഡാക്കി ഫുള്ള് വൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ലൈറ്റിങ്സും കാര്യങ്ങളും ഫാനൊക്കെ പുതിയ ടൈപ്പ് ആക്കാനാണ് ഈ റൂമിലത്തെ ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യണം. ഇവിടെ നമുക്ക് അവരുടെ ഫോട്ടോസും കാര്യങ്ങളും വെക്കാനായിട്ട് ക്ലയൻ്റ് ആണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, അപ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളും വെക്കണം. ഈ ഒരു സ്പേസാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്നത്. ഇവിടെ ഒരു TV സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലെവൽ കയറിയിട്ടാണ് കിച്ചൺ സ്പേസ്. സ്റ്റെപ്പ് കയറിയിട്ട് വേണം കിച്ചണിലോട്ട് പോകാൻ. അപ്പോൾ ഇത് എപ്പോഴും യൂസ് ചെയ്യണ കാരണമാണ് ഇത് ഭയങ്കരമായിട്ട് ലൂസായിട്ട് നിൽക്കണം. ഇതിലൊക്കെ ഇങ്ങനെ ചതിലും കാര്യങ്ങളും വന്ന് ഇതൊക്കെ പൊളിഞ്ഞ് നിൽക്കണുണ്ടോ. ഇതൊക്കെയാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. പിന്നെ ഈ ഡോറ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊരു വർക്ക് ഏരിയ സ്പേസ് കുറച്ചുകൂടി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണില്ല. ഇവിടെ കബോർഡ്സും കാര്യങ്ങളും കൊടുത്ത് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വുഡ് പ്രിസർവ് ചെയ്യണ പോലെ തന്നെ ഇത് മൊത്തം പോളിഷ് ചെയ്ത് ബഫ് ചെയ്ത് പോളിഷ് ചെയ്യാൻ ചെയ്യണല്ലോ. ഇതാണ് ഒരു ആദ്യത്തെ റൂം വരുന്നത്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ടോയ്ലറ്റ് മൊത്തം ഇതുപോലെ ഡെമോളിഷും കാര്യങ്ങളും ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് പുതിയ സാനിറ്റൈസും കാര്യങ്ങളും വെക്കും. പിന്നെ ഈ ഡോറും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈറ്റും ഇവിടെ കുറച്ച് ലൂസും ഇങ്ങനെ ഒരു ആട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ റൂം ഇതാ വരുന്നത്. ഈ റൂമിൽ ഇതുപോലെ തന്നെ ഡോറ് ഭയങ്കര സ്റ്റക്ക് ഇട്ട് നിൽക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഈ ടോയ്ലറ്റ് ഡോറൊക്കെ പോയണുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫൈബർ ഡോറാണ് നമ്മൾ പ്ലാൻ ചെയ്യണത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് 3ാമത്തെ ബെഡ്റൂമിലോട്ട് എൻട്രി ചെയ്യണം. ഇവിടെ ഒരു വാഷിംഗ് ബേസിൻ ഏരിയ ഉണ്ടായിരുന്നു. അത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. അത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് വേറെ ടൈപ്പിൽ നമ്മൾ മാറ്റാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലോട്ട് എൻട്രി ചെയ്യുക. ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്റ്റെപ്പിൻ്റെ ഇടയിൽ ബാട്ടബും കാര്യങ്ങളും. പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഷവർ വയ്ക്കാനുള്ള സ്പേസ് ഇല്ല, ഹെഡ് ഇടിക്കണ കാരണം. പിന്നെ ഇതിൽ കാര്യങ്ങൾ ലീക്കും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോബ്ലങ്ങളും വരുന്നത്. പിന്നെ ഈ റൂം അവർ ഇപ്പോൾ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ അധികം കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടുന്ന് ഒരു ബേവിൻ്റെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ സ്പേസും കാര്യങ്ങളും കിട്ടണ പോലെ. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഇല്ല, അപ്പോൾ അതും കൂടി ആഡ് ചെയ്യും. മേലത്തെ ഫ്ലോറിലും ഇവിടെ ഹാൻഡിൽസ് ഫുള്ള് ലൂസ് ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ടോപ്പ് ലെയർ പോലെ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യണുള്ളൂ. ഈ ഒരു സീറ്റിംഗ് സ്പേസ് ഡെമോളിഷ് ചെയ്യും. ഈ ലെവലിൽ നിന്ന് അവിടെ വരെ കട്ട് ചെയ്തിട്ട്
ഇത് മൊത്തം ഡെമോളിഷ് ചെയ്ത് കളയും. എന്നിട്ട് ഇതൊരു ലൈബ്രറി സ്പേസ് ആയിട്ട് വെക്കും. ഈ ഒരു സ്പേസ് ഇതുപോലെ തന്നെ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെയും നമ്മളൊരു സീറ്റിംഗ് സ്പേസ് ആണ് പ്ലാൻ ചെയ്യണം. ടോപ്പിൽ ഫുള്ള് സ്ലോപ്പിംഗ് റൂഫ് ആയ കാരണം ലീക്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ലീക്ക് മൊത്തം ക്ലിയർ ആക്കി വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ ട്രസ് കൂടിയും കൊടുക്കുന്നുണ്ട് മേലെ ഒരു ലെയറിൽ. അപ്പോൾ അതുകൂടി കൊടുക്കുമ്പോൾ ലീക്കും കാര്യങ്ങളും കംപ്ലീറ്റ്ലി പോകും. പിന്നെ നമ്മൾ ടോയ്ലറ്റ് പറഞ്ഞ പോലെ ഈ ടൈല് മൊത്തം പൊളിച്ച് ഡെമോളിഷ് ചെയ്തെടുക്കും. പിന്നെ AC ഒരു സൈഡിലോട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്യും. ഇതവരുടെ ഒരു അടുത്തൊരു റീഡിങ് സ്പേസ്. ഇതവർക്കൊരു മഴക്കാലത്തൊക്കെ ആയാലും നല്ലോണം യൂസ് ചെയ്യണ സ്ഥലം. അപ്പോൾ ഇതിൽ ഒരു പണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓക്സൈഡ് ഫിനിഷ് ഉണ്ട്. അപ്പോൾ ഇത് അവർ പൊളിക്കാണ്ട് നമ്മളിത് ഫുള്ള് ബഫ് ചെയ്ത് പോളിഷ് ചെയ്യാനുള്ള പ്ലാനൊക്കെ വിചാരിക്കണം. അതുപോലെ ഫ്ലോറിൽ ഇവിടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവർ തുണി ഉണക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ ഇടുക. അപ്പോൾ അതിൽ വെള്ളം വീണിട്ട് ഇത് മൊത്തം കറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒന്നില്ലെങ്കിൽ ബഫ് ചെയ്ത് പോളിഷ് ചെയ്യണ പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ മേലെ ടൈല് ഇടും. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ ഇത് മൊത്തം പെയിൻറ്റ് ചെയ്ത് കറക്റ്റ് ക്ലിയർ ആക്കും. ഇപ്പോൾ പുറത്തോട്ടുള്ള എൻട്രി. അപ്പോൾ ഇതിന് അടിഭാഗമൊക്കെ പോയി എടുക്കുകയാണ്. ഇത് നമ്മൾ വുഡിലേ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഫൈബർ ഡോറാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യണം. പിന്നെ ഇത് ഒരു ഓപ്പൺ സ്പേസ് വരണേ. അപ്പോൾ ഇത് മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്ത് കറക്റ്റ് ചെയ്യും ഈ ഒരു സൈഡ്. പിന്നെ ഇത് ഫുൾ എക്സ്പോസ്ഡ് ബ്രിക്കായ കാരണം ഇതിൽ പിന്നെ ഇതിൽ കുറേ ചെളിയും കാര്യങ്ങളും പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം വാഷ് ചെയ്തിട്ട് ഇത് പോളിഷ് ചെയ്തിട്ട് ക്ലിയർ ആക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇപ്പോൾ തന്നെ കണ്ടത് ഇങ്ങനെ ഓരോ നമുക്ക് വിട്ടു പോകുന്നവരുണ്ട് മൊത്തം. പിന്നെ ഇതിൽ റൂഫിങ് പണ്ടത്തെ ടൈപ്പ് ഓടായ കാരണം തന്നെ കുറേ ലീക്കേജ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തം പെയിൻറ്റ് ചെയ്ത് കറക്റ്റ് ലീക്സും കാര്യങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്ത് നമ്മൾ ക്ലിയർ ആക്കാനാണ് പ്ലാൻ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഈ വീടിൻ്റെ ഇതുവരെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇനി ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഓരോ വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.